നമസ്കാരം. മലയാള സിനിമയിലെ നഷ്ടക്കണക്ക് പുറത്തുവിട്ട നിർമ്മാതാക്കൾ തിയേറ്റർ ഷെയറും ബജറ്റുമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടത്. മാർച്ചിൽ റിലീസ് ചെയ്ത 15 ചിത്രങ്ങളിൽ 14 നഷ്ടത്തിലാണെന്ന് നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. തിയേറ്ററിൽ പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രമായ എമ്പുരാൻ മാർച്ച് മാസത്തിൽ വമ്പൻ ഇൻഷിൽ നേടിയെന്നും സമ്മതിക്കുന്നു. 175 കോടിയിലധികം മുതൽ മുടക്കിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രം ആദ്യത്തെ 5 ദിവസം കൊണ്ട് 24 കോടിയിലധികം നേടി. മാർച്ചിൽ ഇറങ്ങിയ സിനിമകളിൽ മിക്കതും തിയേറ്ററുകളിൽ നിന്ന് മുടക്കുമുതൽ പോലും നേടിയിട്ടില്ല എന്നാണ് കണക്കുകൾ. നേരത്തെ 2 തവണ നിർമ്മാതാക്കളുടെ സംഘടന സിനിമകളുടെ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. മാർച്ച് മാസം റിലീസ് ചെയ്ത അഭിലാഷം, എമ്പുരാൻ, വടക്കൻ, ഔസേപ്പിന്റെ ഒസിയത്ത്, പരിവാർ എന്നീ ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പോഴും പ്രദർശനം തുടരുന്നതെന്ന് അസോസിയേഷൻ അറിയിച്ചു. 6 ചിത്രങ്ങൾ 1 ലക്ഷത്തിൽ താഴെ മാത്രമാണ് നേടിയത്. 85 ലക്ഷം മുതൽ മുടക്കിൽ നിർമ്മിച്ച ആരണ്യം നേടിയത് 22,000 രൂപ മാത്രമാണ്. 4 കോടിയിലധികം മുടക്കിയ ഔസേപ്പിന്റെ ഒസിയത്ത് തിയേറ്ററിൽ നിന്ന് നേടിയിരിക്കുന്നത് 45 ലക്ഷം മാത്രമാണ്. 2 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച പരിവാർ നേടിയത് 26 ലക്ഷം മാത്രമാണ്. എമ്പുരാനും ലാഭത്തിലായോ എന്ന് വ്യക്തമല്ല. അതിന് ഏപ്രിൽ മാസത്തെ കണക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിടണം. വരവും ചെലവും ചർച്ചയാക്കുന്ന നടപടി സാങ്കേതിക പ്രവർത്തകർക്കും നായക നടന്മാർക്കും പ്രതിസന്ധിയാണ്. എമ്പുരാന്റെ ചെലവ് കണക്ക് പുറത്തു പറഞ്ഞാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതാവ് ജി സുരേഷ് കുമാറും എമ്പുരാന്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരുമായുള്ള തർക്കത്തിന് കാരണം. അന്ന് ജി സുരേഷ് കുമാർ പറഞ്ഞ കണക്ക് ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളും. 175 കോടി തിരിച്ചുപിടിക്കാൻ എമ്പുരാന് കരുത്തുണ്ടോ എന്നതാണ് ഉയർന്ന ചോദ്യം. എമ്പുരാന്റെ കളക്ഷൻ 300 കോടി ക്ലബിലെത്തിയെന്നാണ് അണിയർ പ്രവർത്തകർ പറയുന്നത്. ഇതിലെ വൈരുദ്ധ്യങ്ങൾ ചർച്ചകളിൽ നിറയുമ്പോഴാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആദ്യ 5 ദിവസത്തെ കളക്ഷൻ പുറത്തു പറയുന്നത്. മാർച്ച് റിലീസുകളിൽ ഏറ്റവും കുറവ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് മറുവശം. പ്രളയശേഷം ഒരു ജലകന്യക, ആരണ്യം, കാടകം, ലീച്ച്, വെയിറ്റിംഗ് ലിസ്റ്റ് എന്നീ ചിത്രങ്ങൾക്കാണ്. എമ്പുരാൻ കൂടാതെ അഭിലാഷം, വടക്കൻ, പരിവാർ, ഔസേപ്പിന്റെ ഒസിയത്ത് എന്നീ ചിത്രങ്ങൾ ഇപ്പോഴും തിയേറ്ററിൽ തുടരുന്നുണ്ട്. ഇത് 3ാം തവണയാണ് സിനിമയുടെ ബജറ്റും ഷെയറും നിർമ്മാതാക്കളുടെ അസോസിയേഷൻ പുറത്തുവിടുന്നത്. ജനുവരിയിൽ റിലീസ് ചെയ്ത 28 സിനിമകളുടെ ബജറ്റും ഇവ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് നേടിയ ഷെയറും നേരത്തെ പുറത്തുവിട്ടിരുന്നു. ജനുവരി മാസത്തിലെ മാത്രം നഷ്ടം 110 കോടിയായിരുന്നു. ഫെബ്രുവരി മാസത്തെ ലിസ്റ്റ് മാർച്ച് 19 എത്തിയിരുന്നുവെങ്കിൽ മാർച്ച് ലിസ്റ്റ് ഇന്നാണ് പുറത്തെത്തുന്നത്. എമ്പുരാന്റെ കളക്ഷൻ പുറത്തുവിടുന്നതിലെ പ്രശ്നമായിരുന്നു ഇതിന് കാരണം. പക്ഷേ ഈ മാസം കണക്ക് പുറത്തുവിട്ടില്ലെങ്കിൽ അത് സംഘടനയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് കണക്ക് പുറത്തുവിടുന്നത്. 175 കോടി ചെലവാക്കിയ സിനിമയ്ക്ക് ലാഭം കിട്ടണമെങ്കിൽ 300 കോടിയുടെ ബിസിനസ് നടക്കേണ്ടതുണ്ടെന്നാണ് വസ്തുത. മലയാളത്തിലെ ഏറ്റവും പണം വാരി ചിത്രമായി എമ്പുരാൻ മാറുമെന്ന് ഉറപ്പാണ്. അങ്ങനെ സംഭവിച്ചാൽ പോലും ചെലവ് തുക മുഴുവനായി കിട്ടില്ലെന്ന വിലയിരുത്തൽ ഇപ്പോഴും സജീവമാണ്. മാർച്ചിൽ ഇറങ്ങിയ 16 സിനിമകളുടെ ആകെ മുടക്ക് 194 കോടിയിലധികമാണ്. ഇതിൽ തിയേറ്റർ ഷെയറായി ലഭിച്ചത് 25 കോടി 88 ലക്ഷത്തിൽ പരം രൂപ മാത്രമാണ്. ചെറിയ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ പോലും തിയേറ്ററുകളിൽ രക്ഷപ്പെടുന്നില്ല. 3 കോടി 65 ലക്ഷത്തി 6,000 രൂപ മുടക്കിയ വടക്കനും നേടിയത് 20 ലക്ഷം മാത്രമാണ്. 70 ലക്ഷം രൂപ മുടക്കുമുതലിലെടുത്ത ദാസേട്ടന്റെ സൈക്കിൾ എന്ന ചിത്രം 8 ലക്ഷം മാത്രമാണ് തിയേറ്ററിൽ നിന്ന് നേടിയത്. OTT സാറ്റലൈറ്റ് കണക്കുകളാണ് ഇനി ലഭിക്കാനുള്ളത്. പക്ഷേ തിയേറ്ററിൽ പരാജയപ്പെടുന്ന ചിത്രങ്ങൾക്ക് OTTയിൽ ഇപ്പോൾ വലിയ മാർക്കറ്റില്ല. സിനിമാ വ്യവസായത്തിലെ പ്രതിസന്ധി തുടരുകയാണെന്നാണ് നിർമ്മാതാക്കളുടെ വാദം. ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ. പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കണക്കുകൾ നിർമ്മാതാക്കൾക്ക് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന ഷെയറുകൾ മാത്രമാണെന്നും ഈ കണക്കുകൾ ലഭിച്ചത് വിതരണക്കാരിൽ നിന്നും തിയേറ്ററുകളിൽ നിന്നുമാണെന്നും നിർമ്മാതാക്കളുടെ സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. മറ്റു വരുമാന സ്രോതസ്സുകളായ OTT, സാറ്റലൈറ്റ്, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ, ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള കളക്ഷൻ, മറ്റ് ഓഡിയോ വീഡിയോ റൈറ്റ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഇവയെല്ലാം അതാത് ചിത്രങ്ങളുടെ നിർമ്മാതാവിന് മാത്രമേ അറിവുള്ളൂ. ഇപ്പോൾ പ്രദർശനത്തിലിരിക്കുന്നു എന്ന് കാണിച്ചിട്ടുള്ള സിനിമകൾ മാർച്ച് 31 ശേഷവും കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു വരുന്നതാണ് എന്നും അന്തിമ കണക്ക് നിർമ്മാതാവിന്റെ പക്കൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നും നിർമ്മാതാക്കളുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്.